എല്ലാവർക്കും sfqspotന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ an umbrella for all എന്ന പാഠഭാഗമാണ്. an umbrella for all എല്ലാവരുടെയും കുട. അംബ്രല്ല എന്ന് വെച്ചാൽ കുട എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. an umbrella for all എന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മഷ്റൂം കാണാം. മഷ്റൂം എന്ന് വെച്ചാൽ ഒരു കൂണിൻ്റെ ചുറ്റും കുറേ കൂട്ടുകാർ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കൂണിൻ്റെയും കൂട്ടുകാരുടെയും കഥയാണ് ഈ ഒരു പാഠഭാഗം. അപ്പോൾ നമുക്ക് പാഠഭാഗം കേട്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എ സ്മോൾ ആൻഡ് ഒരു ചെറിയൊരു ഉറുമ്പ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. സ്മോൾ എന്ന് വെച്ചാൽ ചെറിയ. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. ഒരു ചെറിയൊരു ഉറുമ്പ് ഫുഡ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പോൾ എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. ഒരു ചെറിയൊരു ഉറുമ്പ് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. സഡൻലി പെട്ടെന്ന് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന് അർത്ഥം. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ചെറിയൊരു ഉറുമ്പ് ഭക്ഷണം അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉറുമ്പ് പറയാണ്, ഐ ആം ഓൾ വെറ്റ്, വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽറ്റർ. ഐ ആം ഓൾ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഉറുമ്പ് പറയാണ്, ഐ ആം ഓൾ വെറ്റ്, ഞാൻ ഫുള്ള് നനഞ്ഞു പോയി. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽറ്റർ, ഞാൻ എവിടെയാണ് ഒരു ഷെൽറ്റർ കണ്ടുപിടിക്കുക? ഷെൽറ്റർ എന്ന് വെച്ചാൽ ഒരു അഭയസ്ഥലം, കയറി നിൽക്കാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അപ്പോൾ വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽറ്റർ, ഞാൻ എവിടെയാണ് എനിക്ക് കയറി നിൽക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് എനിക്ക് കയറി നിൽക്കാനൊരു അഭയസ്ഥലം കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. ഫൈൻഡ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ അർത്ഥം. അങ്ങനെ ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ആ ഒരു ഉറുമ്പ് ചുറ്റും നോക്കുകയാണ്. ലുക്ക്ഡ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കി. അങ്ങനെ ഒരു ചെറിയൊരു ഉറുമ്പ് ഭക്ഷണം തേടി ഇങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ പെയ്യുന്ന സമയത്ത് ഉറുമ്പ് പറയാണ്, ഞാൻ ഫുള്ള് നനഞ്ഞു പോയി. ഞാൻ എവിടെയാണ് എനിക്കൊരു അഭയസ്ഥലം കണ്ടുപിടിക്കുക, എനിക്ക് കയറി നിൽക്കാനൊരു സ്ഥലം ഞാൻ എവിടെയാണ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ട് ഉറുമ്പ് ചുറ്റും നോക്കാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽറ്റർ. ആ ഒരു ഉറുമ്പിന് എവിടെ നിന്നാണ് ഒരു അഭയസ്ഥലം കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓരോ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇത് കുട്ടികളുടെ ഒരു ഇമാജിനറി, ഒരു ഭാവന വർദ്ധിപ്പിക്കാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതായത് അടുത്തൊരു പാരഗ്രാഫ് പറയാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് സൂചന നൽകുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരോട് ഇങ്ങനെ ജസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുക. അവർക്ക് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഉത്തരങ്ങൾ പറഞ്ഞോട്ടെ. അപ്പം എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെ ചോദിക്കുകയാണ്, ഈ ഒരു ഉറുമ്പിന് എവിടെ നിന്നാണ് ഒരു അഭയസ്ഥലം കിട്ടുക? അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ദ ജെൻറ്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ദ ജെൻറ്റിൽ റെയിൻ. ജെൻറ്റിൽ റെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മൃദുലമായ മഴ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ മഴ. ടേൺ ഇൻ ടു എ ഹെവി ഷവർ. ആ ഒരു ചെറിയ മഴ വലിയൊരു മഴയായിട്ട് മാറി. അതായത് അതുവരെ ഒരു ഞാറൽ മഴ ഉണ്ടായിരുന്നത് നല്ല ശക്തിയുള്ളതായിട്ടുള്ള പെരുമഴയായിട്ട് മാറി. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. ഉറുമ്പ് സ്പീഡിൽ നടന്നു. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ. വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടന്നു. അങ്ങനെ ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. ആ ഒരു ഉറുമ്പ് സ്പീഡ് നടന്നു. ഫാർ അവേ ഹി സോ സംതിങ്. ഫാർ അവേ എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരത്ത്. ഹി സോ സംതിങ്. ഹി സോ അവൻ കണ്ടു. സംതിങ് എന്തോ ഒരു സംഭവം അവന് കണ്ടു. വാട്ട് ഡിഡ് ദ ആൻഡ് സീ. ആ ഒരു ഉറുമ്പ് എന്തായിരിക്കും കണ്ടത്? ചോദ്യമാണ്. ഇനി അടുത്ത ഒരു വായിക്കാനുള്ള ഭാഗത്തേക്ക് നോക്കുക. The ant saw a tiny mushroom. The ant saw. The ant എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ant എന്ന് വെച്ചാൽ ഉറുമ്പാണ്. അപ്പം the ant saw, ആ ഒരു ഉറുമ്പ് കണ്ടിട്ടുണ്ട് a tiny mushroom. tiny എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നുള്ള അർത്ഥമാണ്, ചെറിയ. അതായത് ആ ഒരു ഉറുമ്പ് കണ്ടത് ഒരു ചെറിയൊരു മഷ്റൂം ആയിരുന്നു. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ. ആ ഒരു ഉറുമ്പ് ചെറിയൊരു കൂണിനെയാണ് കണ്ടത്. He ran towards the mushroom. അങ്ങനെ ആ ഒരു ഉറുമ്പ് ran towards, ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ദർ വെർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. ദർ വെർ യെല്ലോ സ്പോട്ട്സ്. ആ ഒരു ചുവന്ന മഷ്റൂമിൻ്റെ മുകളിൽ
മഞ്ഞ കുത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സ്പോട്സ് എന്ന് പറഞ്ഞാൽ കുത്തുകൾ. ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഞാനതിനെ ഒരു കുടയാക്കും. ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഞാനതിനെ ഒരു കുടയാക്കി മാറ്റും എന്ന് പറയാണ്. നമ്മൾ മഴയത്ത് നടന്നു പോകുന്ന സമയത്ത് എന്തിനാ കുട ചൂടുന്നത്? മഴ നനയാതിരിക്കാൻ. അതേപോലെ മഴ നനയാതിരിക്കാനുള്ള കുട പോലെ ഞാൻ കൂണിനെ കാണാൻ പോവുകയാണെന്നുള്ളതാണ് ആ ഒരു ആൻറ്റ് പറയുന്നത്. ദ ആൻറ്റ് സാറ്റ് അണ്ടർ ഇറ്റ്. അങ്ങനെ ആ ഒരു ഉറുമ്പ് ആ ഒരു കൂണിൻ്റെ അടിയിൽ പോയിട്ടിരുന്നു. മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൂണിൻ്റെ അടിയിൽ പോയിട്ടിരിക്കുകയാണ്. അടുത്ത തരത്തിലുള്ള ഒരു ചോദ്യം നോക്കാം. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദ ആൻറ്റ്. വൈ? ആ ഒരു മഷ്റൂം, അതായത് ആ ഒരു കൂണ് ഉറുമ്പിൻ്റെ അംബ്രല്ലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഇനി അടുത്ത ഭാഗം നോക്കാം. ദ റെയിൻ കെയിം ഡൗൺ ഹെവിലി. ആ ഒരു മഴ വീണ്ടും ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. ഹെവിലി എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട്, കെയിം ഡൗൺ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് താഴേക്ക് വരാൻ തുടങ്ങി. ദ ആൻറ്റ് സാറ്റ് അണ്ടർ ദ മഷ്റൂം. ദ ആൻറ്റ്, ആ ഒരു ഉറുമ്പാണെങ്കിലോ മഷ്റൂമിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. ലുക്കിംഗ് അറ്റ് ദ റെയിൻ, മഴയെ നോക്കി അങ്ങനെ മഷ്റൂമിൻ്റെ അടിയിലിരിക്കുകയാണ്. ഹി സോ എ ബട്ടർഫ്ലൈ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഉറുമ്പ് ഒരു ബട്ടർഫ്ലൈനെ കണ്ടു. ഹെർ വിങ്സ് വേർ വെറ്റ്. ഈ ബട്ടർഫ്ലൈൻ്റെ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകളൊക്കെ എന്താണ്, നനഞ്ഞിട്ടാണുള്ളത്. ദ ബട്ടർഫ്ലൈ കെയിം നിയർ ദ മഷ്റൂം. അങ്ങനെ ആ ഒരു പൂമ്പാറ്റ ആ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ എന്നാണ് അർത്ഥം. കെയിം എന്ന് പറഞ്ഞാൽ വന്നു. നിയർ ദ മഷ്റൂം, മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദ്യമുണ്ട്, വിൽ ദ ആൻഡ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ. ആ ഒരു ആൻഡ്, ആ ഒരു ഉറുമ്പ് പൂമ്പാറ്റ അകത്തേക്ക് കയറ്റുമോ? നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. എ ബട്ടർഫ്ലൈ, ആ ഒരു പൂമ്പാറ്റ സ്ലോലി എന്ന് പറഞ്ഞാൽ മെല്ലെ കെയിം നിയർ ദ മഷ്റൂം, ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയാണ്, ഐ ആം സോ വെറ്റ്. ഞാൻ നല്ല നനഞ്ഞിട്ടുണ്ട്. ഐ ക്യാൻറ്റ് ഫ്ലൈ. എനിക്ക് പറക്കാനൊന്നും കഴിയൂല. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, ക്യാൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിയുകയില്ല. അപ്പോൾ ഐ ക്യാൻറ്റ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയുകയില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ. പ്ലീസ് എന്നെ ഒന്ന് അകത്തേക്ക് പ്രവേശിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉറുമ്പ് ചോദിക്കും, ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ. ഞാൻ എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് കയറ്റുക? ദർ ഈസ് നോ സ്പേസ് ഫോർ യു. എനിക്ക് ഇവിടെ നിന്നെയും കൂടി കയറ്റാൻ മാത്രമുള്ള ഒരു സ്ഥലം ഇവിടെയില്ല. സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥലമില്ല. സെഡ് ദ ആൻഡ്, ആ ഒരു ആൻഡ് പറയും, പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ, ഈ ഒരു പൂമ്പാറ്റ തിരിച്ച് പറയാണ്, പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു. പ്ലീസ് ഞാൻ എൻ്റെ അടുത്തേക്ക് ഇരുന്നോളാം എന്ന് പറയും. ദ ബട്ടർഫ്ലൈ സെഡ് ഓക്കെ. ദ ആൻഡ് അഗ്രീഡ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഒരു ഉറുമ്പ് സമ്മതിക്കും. അഗ്രീഡ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അങ്ങനെ ആ ബട്ടർഫ്ലൈ ആ ഒരു കൂണിൻ്റെ അകത്തേക്ക് കയറിയിരിക്കും. ഗോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിയിരിക്കും. എന്നിട്ട് അടുത്ത ചോദ്യം നോക്കുക. ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം. ആ ഒരു ബട്ടർഫ്ലൈക്ക് മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കാൻ കഴിയുമോ? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു. അവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാകുമോ? ഇനി അടുത്ത പേജ് നോക്കുക. ദ ആൻഡ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. ദ ആൻഡ്, അങ്ങനെ ആ ഒരു ഉറുമ്പ് മൂവ്ഡ് ഓവർ, കുറച്ച് മാറിയിരുന്നു. ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. ആൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. അങ്ങനെ ആ ഒരു ഉറുമ്പ് കുറച്ച് മാറി ഇരുന്നിട്ട് പൂമ്പാറ്റക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി. ദ വാച്ച്ഡ് ദ റെയിൻ. അങ്ങനെ ഒരു 2 ആളും കൂടി മഴ കാണുകയാണ്. വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ കാണുക. ദേ എന്ന് പറഞ്ഞാൽ അവർ 2 പേരും. സഡൻലി, പെട്ടെന്ന്, സംബഡി റാൻ ഇൻ. സംബഡി, ആരോ ഒരാൾ ഓടി വരുന്നുണ്ട്. ഹൂ വിൽ ബി ദാറ്റ്. അത് ആരായിരിക്കും അറിയണ്ടേ? നമുക്ക് അടുത്ത ഭാഗം നോക്കാം. സ്ക്വീക്ക് 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 എ മൗസ് കെയിം ദർ റണ്ണിങ്. സ്ക്വീക്ക് സ്ക്വീക്ക് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് എ മൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലി അവിടേക്ക് ഓടി വരികയാണ്. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഐ എം വെറ്റ് ഓൾ ഓവർ. അങ്ങനെ മൗസ് പറയാണ്, ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെ, ലെറ്റ് മീ ഇൻ, എന്നെയും കൂടി കൂടെ കൂട്ടുമോ? ഞാൻ ഫുള്ള് നനഞ്ഞിട്ടാണുള്ളത്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞിട്ടാണുള്ളതെന്ന്. ഐ ആം വെറ്റ് ഓൾ ഓവർ, ഞാൻ ഫുള്ള് നനഞ്ഞിട്ടാണുള്ളതെന്ന് പറയും. ബട്ടർഫ്ലൈ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ. ഹൗ ക്യാൻ, എങ്ങനെയാണ്
ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ, ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് കയറ്റുക. ദർ ഈസ് നോ റൂം ഹിയർ, ഇവിടെ ഒരു സ്ഥലവുമില്ല. റൂം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ റൂമല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ സ്പേസ് സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് ദർ ഈസ് നോ റൂം ഹിയർ, ഇവിടെ ഒരു നിനക്കൂടി നിൽക്കാനുള്ള സ്ഥലമില്ല എന്ന് പറയാണ്. ദ ബട്ടർഫ്ലൈ സൈഡ്, അങ്ങനെ ആ ഒരു പൂമ്പാറ്റ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മൗസ് പറയും, ആ ഒരു എലി പറയും പ്ലീസ് ഗീവ് മീ സം സ്പേസ്, പ്ലീസ് എനിക്ക് കുറച്ച് സ്ഥലം തരുമെന്ന് വയ്ക്കും. ദ മൗസ് ക്രൈഡ്, ആ ഒരു എലി കരഞ്ഞോണ്ട് പറയും എനിക്കും കുറച്ച് സ്ഥലം തരും ചോദിക്കും. ദ ആൻഡ് ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ, അങ്ങനെ ആ ഒരു ആൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഉറുമ്പ്. ആ ഒരു ഉറുമ്പും ആ ഒരു ബട്ടർഫ്ലൈയും സാറ്റ് ക്ലോസർ, അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കും. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ, അങ്ങനെ ആ ഒരു എലിക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം കിട്ടി. എന്നിട്ട് അടുത്ത ഒരു ചോദ്യം നോക്കുക. വിൽ ദ റെയിൻ സ്റ്റോപ്പ്, ആ ഒരു മഴ നിൽക്കുമോ. ക്യാൻ ദേ ഗോ ഹോം, അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ദ റെയിൻ വെൻറ്റ് ഓൺ ഈവൻ ഹാർഡർ, മഴ പിന്നെയും ഭയങ്കര അതിശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എ ലിറ്റിൽ സ്പാരോ വാക്ക് ടുവേർഡ്സ് ദ മഷ്റൂം. ലിറ്റിൽ സ്പാരോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുരുവി, ഒരു കുഞ്ഞു കുരുവി വാക്ക് ടുവേർഡ്സ് ദ മഷ്റൂം, ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടെങ്കിൽ നടന്നു വന്നു. ക്രൈയിങ്, കരഞ്ഞോണ്ടാണ് വരുന്നത്. പാവം ഒരു കുഞ്ഞുകിളി കരഞ്ഞോണ്ട് മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷീ കുഡ് നോട്ട് ഫ്ലൈ, ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. ഷീ കുഡ് നോട്ട് ഫ്ലൈ, അവന് പറക്കാനൊന്നും കഴിയുന്നില്ല. റെയിൻ ഡ്രോപ്പ് വേർ ഡ്രിപ്പിംഗ് ഫ്രം ഹെർ വിങ്സ്, ആ ഒരു റെയിൻ ഡ്രോപ്സ് മഴത്തുള്ളികളൊക്കെ അവൻ്റെ വിങ്സിൽ, അവളുടെ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ, അവളുടെ ചിറകിൽ നിന്ന് റെയിൻ ഡ്രോപ്സ് മഴത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബട്ടർഫ്ലൈ വന്നതുപോലെ ഈ ഒരു സ്പാരോ, ലിറ്റിൽ സ്പാരോ നനഞ്ഞു കുതിർന്നിട്ടാണ് വരുന്നത്. എല്ലാവരും മഴത്ത് നനഞ്ഞു കുതിർന്ന് വരികയാണ്. അതേപോലെ തന്നെ കുഞ്ഞു കിളിയും നനഞ്ഞിട്ടാണ് വരുന്നത്. വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ, അവർ ഈ ഒരു കുഞ്ഞുകിളിനെ ഉള്ളിലേക്ക് കയറ്റുമോ. നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ്സ് റീഡ്. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദ മഷ്റൂം. എ ലിറ്റിൽ സ്പാരോ, അങ്ങനെ ആ ഒരു കുഞ്ഞു കിളി ഹോപ്പ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ചാടി വരിക എന്നർത്ഥം. അപ്പം കിളികൾ പറക്കാത്ത സമയത്ത് ഇങ്ങനെ ചാടി വരുമല്ലോ, അങ്ങനെ ചാടി വരുന്നതിനാണ് ഹോപ്പ്ഡ് അപ്പ് എന്ന് പറയുക. അങ്ങനെ ആ ഒരു കുഞ്ഞു കിളി മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചാടി വരികയാണ്. ഐ എം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു, ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ അങ്ങനെ ചോദിക്കും. ടയേർഡ് പറഞ്ഞാൽ ക്ഷീണിതനാണ്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ എന്ന് പറയും. ദ സ്പാരോ ക്രൈഡ് അലൗഡ്, അങ്ങനെ ആ സ്പാരോ, ആ ഒരു കുഞ്ഞു കിളി ഉറക്കെ കരയാണ്. അപ്പോൾ ഒരു എലി പറയും ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, പക്ഷേ ഇവിടെ ഒരു സ്പേസ് ഒന്നും ഇല്ലല്ലോ. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ, ദർ ഈസ് നോ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സ്ഥലമില്ലല്ലോ എന്ന് പറയും. ദ മൗസ് സെഡ്, ആ ഒരു മൗസ് പറഞ്ഞാൽ എലി, ആ ഒരു എലി പറയാണ് ഇവിടെ ഒരു സ്ഥലവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ ഇരുത്താന്ന് ചോദിക്കും. അപ്പോൾ ഒരു ലിറ്റിൽ സ്പാരോ, ആ ഒരു കുഞ്ഞുകിളി പറയും പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, പ്ലീസ് കുറച്ച് അങ്ങോട്ട് നീങ്ങിത്തരുമോ. ദ സ്പാരോ പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക. അങ്ങനെ ദ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു, അങ്ങനെ ഈ ഒരു ഉറുമ്പും ബട്ടർഫ്ലൈയും മൗസും അങ്ങനെ ഒരു മൂന്നാളും കുറച്ച് നീങ്ങി കൊടുക്കും. അങ്ങനെ ഒരു കുറച്ച് അടുത്തേക്ക് നിന്ന സമയത്ത് സ്പാരോക്കും കൂടി, ആ കുഞ്ഞുകിളിക്കും കൂടി നിൽക്കാനുള്ളൊരു സ്ഥലം ഉണ്ടായി വരികയാണ്. ദേ മൂവ്ഡ് ഓവർ, ഒരു കുറച്ച് നീങ്ങി കൊടുത്തു. അപ്പോൾ ദർ വാസ്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു സ്പേസ്, ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇനഫ് ഫോർ ദ സ്പാരോ ടു, ആ ഒരു കുഞ്ഞു കിളിക്കും കൂടി നിൽക്കാനുള്ളതായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ് ആൻഡ് ദ സ്പാരോ സാറ്റ് അണ്ടർ ദ മഷ്റൂം. അങ്ങനെ ഇപ്പോൾ എത്ര ആൾക്കാരായി ആ ഒരു മഷ്റൂമിൻ്റെ അടിയിലിരിക്കുന്നത്. ദ ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ദ ബട്ടർഫ്ലൈ പിന്നെ ഒരു പൂമ്പാറ്റ, ദ മൗസ് പിന്നെ ഒരു എലി, ആൻഡ് ദ സ്പാരോ പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞുക്കിളി സാറ്റ് അണ്ടർ ദ മഷ്റൂം. ആ ഒരു മഷ്റൂമിൻ്റെ അടിയിൽ, ആ ഒരു കൂണിൻ്റെ അടിയിലിരിക്കുകയാണ്. സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന്. സഡൻലി ദ ഹിയർഡ് എ ലൗഡ് ക്രൈ, അവരൊരു വലിയൊരു കരച്ചിൽ കേട്ടു. ദേ സോ എ റാബിറ്റ് റഷിങ് ടുവാർഡ്സ് ദം. ദേ സോ, അവർ കണ്ടു, എ റാബിറ്റ് ഒരു മുയലുണ്ട്, റഷിങ് ടുവാർഡ്സ് ദം. റഷിങ് എന്ന് പറഞ്ഞാൽ കുതിച്ച് വരിക, ഓടിയിട്ട് വരികയാണ്. ടുവാർഡ്സ് ദം, അവരുടെ അടുത്തേക്ക് കുതിച്ച് ഓടിക്കൊണ്ട് വരികയാണ്. ഹിസ് ഏസ് വെർ ഫിൽഡ് വിത്ത് ഫിയർ,
ആ റാബിറ്റിൻ്റെ കണ്ണുകളാണെങ്കിലോ ഒരു ഭയം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ഫിൽഡ് വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഹിസ് സോഫ്റ്റ് ഫിയർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. ഹിസ് സോഫ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ അവൻ്റെ രോമങ്ങൾ, അവൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൃദുലമായിട്ടുള്ള രോമങ്ങളൊക്കെ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. അങ്ങനെ അവൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രോമങ്ങളിലൊക്കെ ചെളിയുടെ അടയാളങ്ങളൊക്കെ ഉണ്ട്. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? എന്തുകൊണ്ടായിരിക്കും ആ റാബിറ്റ് കരയുന്നുണ്ടാവുക? നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഒരു റാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുയൽ കെയിം വന്നു, റണ്ണിങ് ഓടിക്കൊണ്ട് വന്നു, ടു ദ മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ട് വന്നു. സേവ് മീ പ്ലീസ് ഹി ക്രൈഡ്. എന്നെ രക്ഷിക്കൂ, പ്ലീസ് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഓടിച്ചാണ് ആര് വരുന്നത്? ആരാണ്? നമ്മുടെ റാബിറ്റ് വരുന്നത്. ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ, പ്ലീസ്, ഓ എന്നെ ഒന്ന് മറച്ചു വെക്കോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ. എ ഫോക്സ് ഈസ് ചേസിങ് മീ, ഒരു കുറുക്കൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് പറയും. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദ റാബിറ്റ്, ആ ഒരു മുയൽ, ഷിവറിങ്, അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു, ഭയം കൊണ്ട് വിറയ്ക്കുന്നതായിട്ടുള്ളൊരു മുയലാണ് വന്നത്. പുവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. മുയൽ, പാവം മുയൽ എന്ന് പറയും ആ ഒരു ബട്ടർഫ്ലൈ. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ സെഡ് ദ ആൻഡ്. അപ്പോൾ ആ ഒരു ആൻഡ് എന്ത് പറയും? ആൻഡ് പറഞ്ഞാൽ ആ ഒരു ഉറുമ്പ് പറയും ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ, കുറച്ചും കൂടി നീങ്ങ്, നമുക്ക് അവനെയും കൂടി ഉള്ളിലേക്ക് കടത്താമെന്ന് പറയും. ആ ഒരു പെട്ടിക്കുളത്തുള്ള ചോദ്യം നോക്കാം. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? ആ ഒരു കുറുക്കന് റാബിറ്റിനെ കണ്ടെത്താൻ കഴിയുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? എങ്ങനെയാണ് അവർ ആ റാബിറ്റിനെ ഹൈഡ് ചെയ്യുക, മറച്ചു വെക്കുക? ഹൈഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. എങ്ങനെയാണ് ആ റാബിറ്റിനെ അവർ ഫോക്സിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ആ ഒരു കുറുക്കനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയാണ് അവർ നാലാളും മറച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ദ ഫോക്സ്, ആ ഒരു കുറുക്കൻ, കെയിം വന്നു, റണ്ണിങ് ടു ദ മഷ്റൂം, ആ മഷ്റൂമിൻ്റെ അടുത്തേക്ക് അങ്ങനെ കുറുക്കൻ വന്നു. ഹാവ് യു സീൻ എൻ റാബിറ്റ്? ഹാവ് യു സീൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എ റാബിറ്റ്, നിങ്ങളൊരു മുയലിനെ കണ്ടോ? ദ ഫോക്സ് ലുക്സ്ഡ് അറൗണ്ട്. ആ ഒരു കുറുക്കനെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കും. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. എ ഫോക്സ്, അങ്ങനെ ഒരു കുറുക്കൻ വന്നു. കെയിം എന്ന് പറഞ്ഞാൽ വന്നു എന്നുള്ള അർത്ഥം. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് വന്നു. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ഹി റേസ്ഡ് പറഞ്ഞാൽ അവൻ ഉയർത്തി. ഹിസ് ഷാർപ്പ് ഇയേഴ്സ്, അവൻ്റെ ആ ഒരു കൂർത്ത ചെവികളൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചു. എന്നിട്ടോ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്, എന്നിട്ട് ചുറ്റും നോക്കി. ദർ ഈസ് എ സ്മെൽ ഓഫ് റാബിറ്റ് അറൗണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? ആ ഒരു കുറുക്കൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു റാബിറ്റിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഇവിടെ ഒരു മുയലിൻ്റെ സ്മെല്ല് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഈസ് ഹി ഹൈഡിങ് ഹിയർ? അവനിവിടെ ഒളിച്ചു നിൽക്കുകയാണോ? അങ്ങനെ ചോദിക്കും. സ്മെല്ല് എന്ന് പറഞ്ഞാൽ മണം. നമ്മുടെ പാവം മുയലിനപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ബാക്കി ഭാഗം നോക്കാം. യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക്ഡ് ദ മൗസ്. അങ്ങനെ ആ ഒരു എലി ചോദിക്കുകയാണ്, യു സില്ലി ഫോക്സ്. സില്ലി ഫോക്സ് എന്ന് പറഞ്ഞാൽ, ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ. യു സില്ലി ഫോക്സ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത കുറുക്ക, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കുറുക്കാന്ന് വിളിക്കുകയാണ്. ഹൗ ക്യാൻ എ റാബിറ്റ്, എങ്ങനെയാണ് ഒരു മുയലിന് ഹൈഡ്, മറഞ്ഞിരിക്കാൻ കഴിയുക, അണ്ടർ എ മഷ്റൂം, ഒരു കൂണിൻ്റെ അടിയിൽ? അപ്പോൾ ഈ ഒരു എലി ഒരു കുറുക്കനോട് ചോദിക്കുകയാണ്, ഒരു മുയലിന് എങ്ങനെയാണ് ഒരു കൂണിൻ്റെ അടിയിൽ മറിഞ്ഞിരിക്കാൻ സാധിക്കുക? കാരണം കൂണ് പറഞ്ഞാൽ ചെറിയൊരു സാധനമല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഒരു റാബിറ്റിനൊക്കെ കൂണിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കാൻ സാധിക്കുക? നമുക്ക് എന്താ വിവരമില്ലേ? നീ എന്താ ബുദ്ധി ഇല്ലാത്തവനാണോ എന്ന് ചോദിക്കാൻ. ദർ ഈസ് നോ സ്പേസ് ഹിയർ, ക്യാൻ യു സീ? ആസ്ക്ഡ് ദ ആൻഡ്. അപ്പോൾ ഉറുമ്പ് ചോദിക്കുകയാണ്, ദർ ഈസ് നോ സ്പേസ് ഹിയർ, ഇവിടെ ഒരു സ്ഥലവുമില്ല. ദർ ഈസ് നോ സ്പേസ്, ഇവിടെ എന്താണ്, ഒരു സ്ഥലവുമില്ല. ക്യാൻ യു സീ, നീ കാണുന്നില്ലേ? ആസ്ക്ഡ് ദ ആൻഡ്, ആ ഒരു ഉറുമ്പ് ചോദിക്കുകയാണ്. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. അങ്ങനെ ദ ഫോക്സ്, ആ ഒരു കുറുക്കൻ, ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ആ ഒരു കുറുക്കൻ തൻ്റെ മൂക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. ഫ്ലിക്കഡ് ഹിസ് ടെയിൽ, വാലാട്ടിക്കൊണ്ട്, ആൻഡ് റാൻ ഓഫ്, അങ്ങനെ മൂക്കുയർത്തി വാലാട്ടി അവൻ ഓടിപ്പോവും. അങ്ങനെ ചോദ്യം നോക്കുക. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? ആ ഒരു കുറുക്കൻ ശരിക്കും അവരെ വിശ്വസിച്ചിട്ടുണ്ടോ? ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. വിൽ ഹി കം ബാക്ക്, അവൻ തിരിച്ചു വരുമോ? നമുക്ക് അടുത്ത ഭാഗം നോക്കാം അല്ലേ. ബാക്കി എന്താവും കഥ? ദ റെയിൻ വാസ് ഓവർ. അങ്ങനെ ആ ഒരു മഴ കഴിഞ്ഞു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്.
അങ്ങനെ ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വന്നു. അതായത് മഴ മാറി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവരിവൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാവരും ഒരു കൂണിൻ്റെ പിന്നിൽ നിന്ന് സന്തോഷത്തോടെ പുറത്തേക്ക് വന്നു. എവരിവൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും, കെയിം എന്ന് പറഞ്ഞാൽ വന്നു. ഔട്ട് ഓഫ് ദ മഷ്റൂം ആ ഒരു കൂണിൻ്റെ പുറത്തേക്ക് വന്നു. വിത്ത് ജോയ്, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ്, അവരെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് മാറി. വാട്ട് വിൽ ദേ ഡു നൗ? അവരിപ്പോൾ എന്തൊക്കെയും ചെയ്യുന്നുണ്ടാവുക, ബാക്കി നോക്കാം അല്ലേ. ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ആ ഒരു ഉറുമ്പ് ലുക്ക്ഡ് നോക്കി, അറ്റ് ഹിസ് ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നോക്കി, ചങ്ങാതിമാരുടെ അടുത്തേക്ക് നോക്കി. ലുക്ക്ഡ് പറഞ്ഞാൽ നോക്കി. അറ്റ് ഫസ്റ്റ് ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈ സെൽഫ് ആൻഡ് ദെൻ ഓൾ ഓഫ് us കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. ആ ഒരു ഉറുമ്പ് പറയാണ്, അറ്റ് ഫസ്റ്റ് ആദ്യത്തിൽ ദർ വാസ് സ്പേസ്, അവിടെ ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഫോർ മൈ സെൽഫ്, എനിക്ക് മാത്രമുള്ള കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഓൾ ഓഫ് us കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. അങ്ങനെ നമ്മളെല്ലാവരും പിന്നീട് കൂണിൻ്റെ അടിയിലിരുന്നു. ഹൗ വാസ് ദിസ് പോസിബിൾ? ഇതെങ്ങനെയാണ് സാധ്യമായത്? പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമായത്, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് സാധ്യമായത്? ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. ആ ഒരു ഉറുമ്പ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ പറയാണ്, ക്വാഹഹ ക്വാഹഹ. അപ്പോൾ അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സൗണ്ട് കേട്ടത്. എന്താ സൗണ്ട്? ഇങ്ങനെ ക്വാഹഹ പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് കേട്ട്. സംബഡി ലോഫ്റ്റ് ലൗഡ്ലി ബിഹൈൻഡ് ദം. അങ്ങനെ ആരോ അവരുടെ ബാക്കിൽ നിന്ന് ഉറക്കെ ചിരിക്കുന്നുണ്ട്. സംബഡി ആരോ, ലോഫ്റ്റ് പറഞ്ഞാൽ ചിരിക്കുക, ലൗഡ്ലി പറഞ്ഞാൽ ഉറക്കെ, ബിഹൈൻഡ് ദം അവരുടെ പിന്നിൽ നിന്ന്. ആരോ അവരുടെ പിന്നിൽ നിന്നിട്ട് ഉറക്കെ ചിരിക്കുന്നുണ്ട്. ഹു വാസ് ലോഫിങ് അറൗണ്ട്? ആരായിരിക്കും ചിരിക്കുന്നുണ്ടാവുക? നമുക്ക് നോക്കിയാലോ. ദേ സോ എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. അങ്ങനെ എന്താണ്, ദേ സോ അവർ കണ്ടു, സോ എന്ന് പറഞ്ഞാൽ കണ്ടു, എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തടിച്ച, ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച കളറ്, ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള. അപ്പോൾ എന്താണ്, അവരൊരു തടിച്ച പച്ച തവളയെ കണ്ടു. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. ഇറ്റ് വാസ് ആ ഒരു തവള എന്താക്കുന്നായിരുന്നു, ആ ഒരു മഷ്റൂമിൻ്റെ മുകളിലിരിക്കുകയായിരുന്നു. ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ആ ഒരു മഷ്റൂമിൻ്റെ ആ ഒരു കൂണിൻ്റെ മുകളിലിരിക്കുകയായിരുന്നു. ക്വാഹഹ ലോഫ്ഡ് ദ ഫ്രോഗ്. ആ ഒരു തവള പിന്നെയും ചിരിക്കുകയാണ്, ക്വാഹഹ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഫ്രോഗ് ചിരിക്കുകയാണ്. ഷേക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. ആ ഒരു തവളൻ്റെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് വില നോക്കിയിട്ട് ചിരിക്കുന്നത്. ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻ ടു എ മഷ്റൂം ഡ്യൂറിങ് റെയിൻ? ഈ ഒരു തവള ചോദിക്കാൻ, ഡോണ്ട് യു നോ നിങ്ങൾക്കറിയില്ലേ? നോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ. ഡോണ്ട് യു നോ നിങ്ങൾക്കറിയില്ലേ? വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം, ഒരു കൂണിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിനക്കറിയില്ലേ? ഡ്യൂറിങ് റെയിൻ മഴ പെയ്യുമ്പോൾ ഒരു കൂണിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയൂലേ എന്ന് ചോദിക്കും. ആൻഡ് ഹി ഹോപ്പ്ഡ് ഹെവേ. ഹോപ്പ്ഡ് പറഞ്ഞാൽ ചാടുക. ആൻഡ് ഹി ഹോപ്പ്ഡ് എവേ. അങ്ങനെ എന്താണ്, ആ ഒരു തവള അതും ചോദിച്ച് ചാടിപ്പോയി. സ്റ്റിൽ ലോഫിങ്, ചിരിച്ചോണ്ടാണ് ചാടി പോകുന്നത്. വൈ വാസ് ദ ഫ്രോഗ് ലോഫിങ്? എന്തിനായിരിക്കും ആ ഒരു ഫ്രോഗ് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവുക? നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ. അത് അടുത്ത പേജിലുണ്ട്. ദ ആൻറ്റ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. അങ്ങനെ അവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. ആരൊക്കെ? ദ ആൻറ്റ് ആ ഒരു ഉറുമ്പും, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പൂമ്പാറ്റയും, ദ മൗസ് ആ ഒരു എലിയും, ദ സ്പാരോ പറഞ്ഞാൽ ഒരു കുഞ്ഞിക്കിളി, ആൻഡ് ദ റാബിറ്റ് ആ ഒരു മുയലും, ലുക്ക്ഡ് അവർ നോക്കി, അറ്റ് വൺ അനദർ ഒരാളും മറ്റൊരാളെ നോക്കി. അതായത് അവരെല്ലാവരും ആ ഒരു മഷ്റൂമിൻ്റെ അടിയിൽ ഇരുന്നവരായിട്ടുള്ള എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം, പിന്നീടാണ് അവർ ആ ഒരു മഷ്റൂമിലേക്ക്, ആ ഒരു കൂണിലേക്ക് നോക്കി. ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി, ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം ആ ഒരു മഷ്റൂമിലേക്ക്, ആ ഒരു കൂണിൻ്റെ അടുത്തേക്ക് നോക്കി. ആൻഡ് സഡൻലി പെട്ടെന്ന് ദ നോട്ടീസ്ഡ് സംതിങ്, അവരൊരു കാര്യം മനസ്സിലാക്കി. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്, ആ ഒരു കൂണ് വലുതായിട്ടുണ്ട്. ദ മഷ്റൂം ആ ഒരു കൂൺ ഹാസ് ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞാലാണ് വലുതാവുക. ആ ഒരു കൂണ് മഴയത്ത് വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് തവള ചിരിച്ചതെന്ന് ഇവർക്ക് മനസ്സിലായോ? കൂണുകൾ മഴ പെയ്യുമ്പം വലുതായിട്ട് വരും. അതുകൊണ്ടാണ് ആദ്യം
ഉറുമ്പിന് മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയതായിട്ടുള്ള കൂണ് മഴ പെയ്യുന്നതിനനുസരിച്ച് വലുതായി ബാക്കിയുള്ള എല്ലാ കൂട്ടുകാർക്കും നിൽക്കാൻ പാകത്തിന് വലിയ കൂണായിട്ട് മാറി, വലിയ മഷ്റൂമായിട്ട് മാറി. അതുകൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ചോദ്യമാണ്, വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? ആ ഒരു മഴ പെയ്ത സമയത്ത് എന്താണ് മഷ്റൂമിന് സംഭവിച്ചത്? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ കഥ? ആൻ അംബ്രല്ല ഫോർ ഓൾ എന്നുള്ള കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരൊറ്റ കൂണിൻ്റെ അടിയിൽ, ഒരൊറ്റ അംബ്രല്ലൻ്റെ അടിയിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിന്നതായിട്ടുള്ള ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്കതിനെ അതിജീവിക്കാം എന്നുള്ളതാണ് ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വിലയൊക്കെയാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലൊരു ചെറിയൊരു പോയമാണുള്ളത്, ചെറിയൊരു കവിതയുണ്ട്. ബണ്ണീസ് അംബ്രല്ല എന്ന് പറഞ്ഞതായിട്ടുള്ളൊരു കവിത. നമുക്കതൊന്ന് നോക്കിയാലോ. ബണ്ണി എന്ന് പറഞ്ഞാൽ റാബിറ്റ് എന്നാണ് അർത്ഥം. ബണ്ണീസ് അംബ്രല്ല, റാബിറ്റിൻ്റെ അംബ്രല്ല. റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ. റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ. റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ. റെയിൻ ഡ്രോപ്സ് ഫാളിങ്, അത് വീഴുന്നുണ്ട്. ഫ്രം ദ സ്കൈ, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. എ മഷ്റൂം, ഒരു കൂണ്, സ്റ്റാൻഡിങ്, അത് നിൽക്കുന്നുണ്ട്. ടോൾ ആൻഡ് ഡ്രൈ, ഒരു ഉയർന്നിട്ടും വരണ്ടതായിട്ടും ഒരു മഷ്റൂം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദ ബണ്ണി ഹോപ്സ് അപ്പ് ആൻഡ് ഹൈഡ്സ് ബിലോ. ആ ബണ്ണി, അതായത് ആ റാബിറ്റ് കൂണിൻ്റെ അടുത്തേക്ക് ചാടി വന്ന് അതിൻ്റെ പിന്നിലായിട്ട് ഒളിച്ചു. സേഫ് ഫ്രം റെയിൻ, ആ ഒരു മഴയിൽ നിന്നും സേഫായിട്ട്, സുരക്ഷിതമായിട്ടും. വിൻ ദാറ്റ് ബ്ലോസ്, ആ ഒരു ഒഴുകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വീശുന്നതായിട്ടുള്ള ആ ഒരു കാറ്റിൽ നിന്നും സേഫായിട്ട്. എന്നിട്ട് മഷ്റൂമിനോട് പറയാണ്, താങ്ക് യു മഷ്റൂം. മഷ്റൂമേ, വളരെ നന്ദി. ബിഗ് ആൻഡ് വൈഡ്, വലിയതായിട്ടുള്ള വിശാലമായിട്ടുള്ള മഷ്റൂമേ, നിനക്ക് നന്ദി. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. നീയാണ് ഒളിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം നീയാണ്. വിത്ത് എ ഹോപ്പ്, അങ്ങനെ എന്താണ്, പിന്നെയും ചാടി. ദ ബണ്ണി ഹാസ് ഗോൺ, അങ്ങനെ ഒറ്റൊരു ചാട്ടം കൊണ്ട് ആ ഒരു റാബിറ്റ് പോയി. ഡ്രൈ ആൻഡ് ഹാപ്പി, ഉണങ്ങിയവരായിട്ടും സന്തോഷത്തോടെയും. മൂവിങ് ഓൺ, സന്തോഷത്തോടെയും ഉണങ്ങിയവരായിട്ടും ചാടി ആ ഒരു മുയൽ മഴ മാറിയതിന് ശേഷം പുറത്തേക്ക് പോകുകയാണ്. അതാണ് ഈ ഒരു കവിത എന്ന് പറഞ്ഞാൽ. ബണ്ണീസ് അംബ്രല്ല, ബണ്ണിയുടെ അംബ്രല്ല എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. ബണ്ണീസ് അംബ്രല്ല ആയിട്ട് നിൽക്കുന്നത് എന്താണ്? മഷ്റൂം. അതായത് ആ ഒരു കൂണിൻ്റെ അടിയിലായിട്ട് മഴ പെയ്തപ്പം ഒരു റാബിറ്റിന് ഒളിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഈ ഒരു കവിതയെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.